തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിപ്പിച്ചപ്പോൾ സംസ്ഥാനത്ത് മിക്കയിടത്തും UDF-ൽ ഘടകകക്ഷികൾ തമ്മിൽ മത്സരമുറപ്പായി. ഇതോടൊപ്പം പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന അന്ത്യശാസനം തള്ളി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തടക്കം കോൺഗ്രസിൽ വിമതർ മത്സരരംഗത്ത് തുടരുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിട്ടും UDF-ലെ ഭൂരിഭാഗം വിമതരും മത്സരരംഗത്ത് തുടരുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി മഹേശ്വരൻ നായർക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിമതനായി മത്സരിക്കുന്നു. ഇതുൾപ്പെടെ 6 ഡിവിഷനുകളിലാണ് വിമതർ മത്സരരംഗത്ത് തുടരുന്നത്. വിഴിഞ്ഞത്ത് നിലവിലെ കൗൺസിലർ സുധീർ ഖാൻ വിമതനായി മത്സരിക്കുന്നു. 2 ഡിവിഷനുകളിൽ ഘടകകക്ഷികൾക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. കൊല്ലത്ത് KPCCയുടെ അന്ത്യശാസനം അവഗണിച്ചും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമതരായി മത്സരിക്കുകയാണ്. പത്തനംതിട്ട നഗരസഭയിൽ RSP മത്സരിക്കുന്ന 2 ഡിവിഷനുകളിൽ കോൺഗ്രസ് വിമതർ പത്രിക പിൻവലിച്ചിട്ടില്ല. മലബാറിൽ മലപ്പുറത്തും കണ്ണൂരിലും ഉൾപ്പെടെ UDF സംവിധാനം പൊളിഞ്ഞു. മലപ്പുറത്ത് 25 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും കോൺഗ്രസും ലീഗും നേർക്കുനേർ ഏറ്റുമുട്ടും. കണ്ണൂർ കോർപ്പറേഷനിൽ 7 ഇടത്ത് UDF വിമതർ മത്സരിക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ 4 ഇടത്ത് UDF-ന് തലവേദനയായി വിമതർ മത്സരരംഗത്ത് തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ DCC അംഗം രമേശ് നന്ദിയത്ത് വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ നിലവിലെ മേയർ ടോണി ചെമ്മണിയുടെ സഹോദരിയും വിമത സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിലെ 4 സിറ്റിംഗ് കൗൺസിലർമാരും കൊച്ചിയിൽ വിമതരായി മത്സരിക്കുന്നു. അവസാന നിമിഷം വരെ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലും വിമതരെ പിന്തിരിപ്പിക്കാൻ കഴിയാത്തത് UDF നേതൃത്വത്തിന് തലവേദനയാകുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാഗേഷിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. ഇവർ പ്രസിഡന്റിന്റെ റൂമിലേക്ക് ഇരച്ചുകയറി. രാവിലെ 11:30ഓടെയാണ് 100ഓളം വരുന്ന പ്രവർത്തകർ KPCC ആസ്ഥാനത്ത് പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് ഇവർ പ്രതിഷേധം KPCC അധ്യക്ഷന്റെ മുറിക്കുള്ളിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സമയത്ത് KPCC അധ്യക്ഷൻ VM സുധീരൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാഗേഷ് 5-ാം വാർഡിൽ മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും ചിഹ്നം അനുവദിക്കാൻ DCC നേതൃത്വം തയ്യാറായില്ല. മുക്കുന്നിമലയിൽ അനധികൃതമായി ക്വാറികൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് രാഗേഷിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. എന്നാൽ ബൂത്ത് കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിന് പിന്നിൽ ചിലരുടെ വിരോധം മാത്രമാണെന്നാണ് രാഗേഷിന്റെ അനുയായികൾ പറയുന്നത്. പിന്നെ വാർഡ് കമ്മിറ്റിയുടെയും ബൂത്ത് കമ്മിറ്റിയുടെയും ഉത്തരവാദിത്വത്തോടുകൂടി മത്സരിക്കാൻ ഇറങ്ങി നോമിനേഷൻ പേപ്പർ കൊടുത്തു. അത് അംഗീകരിച്ചു വന്നപ്പോൾ ചിഹ്നം മാത്രം അവർ കൊടുക്കുന്നില്ല. അവർ വേറെ ആരോ കണ്ടുവച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. വേറൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അതൊരു സ്ത്രീയാണ്. അത് ഞങ്ങൾ അവിടുത്തെ കോൺഗ്രസ്സുകാരായ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. KPCC ഓഫീസിനുള്ളിൽ രാഗേഷിന് ഫ്ലക്സ് ബോർഡ് വെച്ചായിരുന്നു പ്രതിഷേധം. സ്ഥലത്തുണ്ടായിരുന്ന KPCC ഉപാധ്യക്ഷൻ MM ഹസൻ പ്രതിഷേധക്കാരെ മയപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധം കടുക്കുകയായിരുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് സ്ഥലം വിട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് LDF പ്രകടന പത്രിക പുറത്തിറങ്ങി. വിദ്യാഭ്യാസം, ആരോഗ്യം, വനിതാക്ഷേമം തുടങ്ങിയവ മുൻനിർത്തിയാണ് പത്രിക പുറത്തിറക്കിയിട്ടുള്ളത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് LDF-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകളിലായി സ്ഥാപിച്ച 2000 നിർദ്ദേശപ്പെട്ടികളിലൂടെ ജനങ്ങളിൽ നിന്നും അഭിപ്രായം ശേഖരിച്ച ശേഷമാണ് പ്രകടന പത്രിക LDF തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ LDF-ന് ഗുണം ചെയ്യുമെന്ന് MA ബേബി പറഞ്ഞു. ജനങ്ങളുമായി ആശയവിനിമയം നടത്തി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടുമാണ് പ്രകടന പത്രിക തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ LDF കൂടുതൽ ബഹുജന ബന്ധത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സ്വാധീനിക്കും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസം, ഭിന്നശേഷിയുള്ള കുട്ടികൾ, സംസ്കാരം, ആരോഗ്യം, കുടിവെള്ളം, വനിതാക്ഷേമം, കുടുംബശ്രീ, അംഗനവാടികൾ, ചെറുകിട വ്യവസായം, മത്സ്യം, ഊർജം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ക്ഷേമപ്രവർത്തനങ്ങൾ, കൃഷി, മൃഗസംരക്ഷണം, പരിസ്ഥിതി, പൊതുഭരണം, ഗതാഗതം എന്നിവയ്ക്കാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ജില്ലയിലെ ജനങ്ങളുടെ സ്വപ്നവും ജില്ലയുടെ സമഗ്ര വികസനവുമാണ് LDF-ന്റെ ലക്ഷ്യമെന്ന് CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഘടകകക്ഷികളുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വിശേഷം കൊച്ചിയുടെ മണ്ണിൽ.
കൊച്ചി കോർപ്പറേഷനിൽ ഭരണ തുടർച്ച എന്ന മോഹങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച് UDF-ൽ കടുത്ത വിമതശല്യം. സീറ്റ് ലഭിക്കാത്തതിനാൽ മുൻ കൗൺസിലർമാരടക്കം പ്രമുഖർ വിമതരായി മത്സരരംഗത്തുണ്ട്. മേയർ ടോണി ചമ്മണിയുടെ സഹോദരി വിന്നി എബ്രഹാം, മുൻ കൗൺസിലർ സുനിത ഡിക്സൺ, സിറ്റിംഗ് കൗൺസിലറുടെ ഭാര്യ, INTC നേതാക്കൾ തുടങ്ങി ലീഗിന്റെ വനിതാ നേതാക്കൾ വരെ ഉൾപ്പെടുന്നതാണ് കൊച്ചി നഗരസഭയിലെ UDF വിമതരുടെ നിര. കോൺഗ്രസിൽ നിന്നുള്ള വിമതരാണ് ഇതിൽ അധികവും. മേയറുടെ സഹോദരി കലൂരിൽ 64-ാം വാർഡിൽ റിബലായി മത്സരത്തിനിറങ്ങും. മുൻ കൗൺസിലർ കൂടിയായ അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് റിബലാകുന്നത്. കോൺഗ്രസ് ഡിവിഷൻ കമ്മിറ്റി വിനി എബ്രഹാമിന്റെ പേര് നിർദ്ദേശിച്ചെങ്കിലും KV തോമസ് MP പേര് വെട്ടി നോമിനിയായ ഗ്രേസി ജോർജിനെ നിർത്തുകയായിരുന്നു. നഗരസഭയിലെ കരാറുകാരനെ സ്വന്തം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച നിലവിലെ കൗൺസിലർ സുനിത ഡിക്സൺ റിബലായി മത്സരിക്കും. ഇവിടെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധമുള്ളവരോ അല്ല, വേണ്ട പൊതുപ്രവർത്തകനോ ജനങ്ങളായിട്ട് ഇടപഴകുന്നവനോ ആയ ഒരാൾക്കല്ല ഞങ്ങളുടെ ഈ സീറ്റ് കൈമാറിയിരിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് കൊടുത്തതിലുള്ള പ്രതിഷേധമായിട്ട് ഞങ്ങളെല്ലാവരും രാജിവെച്ച് കൂട്ടുരാജി തന്നെ കൊടുത്തത്. 22 ഡിവിഷനുകളിൽ UDF റിബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഇവരിൽ പലരും മത്സരരംഗത്ത് തുടരുകയാണ്. റിബൽ സ്ഥാനാർത്ഥികൾ പിന്മാറിയില്ലെങ്കിൽ നടപടി ശക്തമാക്കുമെന്ന് പറഞ്ഞ KPCC നേതൃത്വവും DCCയും ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ്. മത്സരിച്ചാലും പ്രവർത്തനത്തിന് ഇറങ്ങാതിരുന്നാൽ മതിയെന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് VJ പൗലോസ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലപ്പുറം ജില്ലയിലെ 30% മണ്ഡലങ്ങളിൽ UDF മത്സരരംഗത്തില്ല. 24 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലും കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലും ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്നു. മലപ്പുറത്ത് 30% ത്രിതല പഞ്ചായത്തുകളിൽ UDF സംവിധാനമുണ്ടാവില്ല. 24 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലും കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലുമാണ് കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിക്കുക. കരുവാരക്കുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഒറ്റയ്ക്ക് മത്സരിക്കും. ചർച്ചകൾ അവസാന ഘട്ടത്തിൽ UDF-ന് ദോഷമുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. കോൺഗ്രസിൻ്റെ 10 ഡിവിഷനുകളിൽ അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ലീഗ് മത്സരിക്കുന്ന വാർഡിലെ സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ടുകൾ കിട്ടിയിരിക്കണം. ഒരു കളി ലീഗ് സമ്മതിക്കൂല. വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടിന്റെ എണ്ണവും ലീഗ് പരിശോധിക്കും. നേരത്തെ ഒരു 6-7 പഞ്ചായത്തുകൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഈ ഒരു സീറ്റിന് അര സീറ്റിന് വെച്ചമാറുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് പിന്നെ സങ്കീർണതയിലേക്ക് പോവുകയത്. ചരിത്രത്തിൽ ആദ്യമായാണ് മലപ്പുറത്താനയ്ക്കും പോർമുഖത്തെത്തുന്നത്. ബാക്കി തിരഞ്ഞെടുപ്പിന് ശേഷം കാണാമെന്ന ഭീഷണിയോടെയാണ് ലീഗ് പ്രചാരണത്തിനിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തലസ്ഥാനമൊരുങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് കാല സ്മരണകൾ അയവിറക്കുകയാണ് 101-ന്റെ നിറവിലും അഡ്വക്കേറ്റ് K. അയ്യപ്പൻ പിള്ള. തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പുള്ള തിരുവിതാംകൂർ മുനിസിപ്പൽ കൗൺസിൽ അംഗമായിരുന്നു അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനങ്ങളെങ്ങും മുറവിളി കൂട്ടുന്ന കാലം. തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ 1942-ൽ തിരുവനന്തപുരം മുനിസിപ്പൽ കൗൺസിലിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് K. അയ്യപ്പൻ പിള്ള. 101-ന്റെ നിറവിലും അയ്യപ്പൻ പിള്ള അന്നത്തെയും ഇന്നത്തെയും തെരഞ്ഞെടുപ്പ് രീതികൾ താരതമ്യം ചെയ്യുകയാണ്. അന്ന് 24 പേരാണ് ആകെയുണ്ടായിരുന്ന കൗൺസിലർമാർ. വോട്ടർമാർക്കും യോഗ്യതകൾ നിർബന്ധമായിരുന്നു എന്നതും അയ്യപ്പൻ പിള്ള ഓർമ്മിച്ചെടുത്തു. ഈ കരം കൊടുക്കുന്നവർക്ക് മാത്രമേ ഉണ്ടായിരുന്നു വോട്ട്. കരം കൊടുക്കുന്നവർക്ക്, ഗ്രാജുവേറ്റ്സ്, അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആ കാലത്തില്ല. കൂടാതെ ഓരോ വർഷവും മേയർമാർക്ക് മാറ്റമുണ്ടാകും. കൗൺസിൽ ചേരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പിള്ള വാചാലനായി. കോർപ്പറേഷനിൽ കാര്യം നടക്കണം. ഇന്നത്തെ പോലെ ബഹളമൊന്നും ഇല്ലായിരുന്നു. കൗൺസിൽ തന്നെ വളരെ ഓർഡർലിയായിരുന്നു. കുടിവെള്ള വിതരണവും മാലിന്യ നിർമ്മാർജ്ജനവും വിനോദ നികുതിയുമൊക്കെ സ്വന്തം ഭരണ നേട്ടമായി അയ്യപ്പൻ പിള്ള ചൂണ്ടിക്കാട്ടുന്നു. സത്യമായി വളരെ സഹകരണത്തോടുകൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
തീർച്ചയായും ഇത്തരത്തിൽ വലിയൊരു സഹകരണവും അതോടൊപ്പം തന്നെ അന്നത്തെ ഇത് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു കാര്യക്ഷമതയോടെയാണ് അന്ന് കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നത്. അതിൻ്റെ വിജയം തന്നെയാണ് അന്ന് കണ്ടിരുന്നതെന്ന് തന്നെയാണ് ആദ്യത്തെ കൗൺസിലർ കൂടിയായ അയ്യപ്പൻ പിള്ള ഇപ്പോൾ ഓർമ്മിച്ചെടുക്കുന്നത്. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരിമാലു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി എത്തുന്ന പുതുമുഖങ്ങളിൽ പലർക്കും വോട്ട് ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും ധാരണയില്ല. വോട്ടെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ പ്രസംഗ പരിശീലന ക്ലാസുകളിൽ പരിശീലിക്കുന്ന തിരക്കിലാണ് തൃശ്ശൂരിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ നാടിന് വേണ്ടി നടപ്പിലാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ജെയിംസ്. ഏതെങ്കിലും പഞ്ചായത്തിലെ ഇലക്ഷൻ ക്യാമ്പയിൻ വേദിയിലല്ല ഈ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്നത്. വോട്ട് തേടി ജനങ്ങൾക്ക് മുമ്പിലെത്തും മുമ്പ് ഒരു ധൈര്യത്തിന് റിഹേഴ്സൽ നടത്തുകയാണ് തൃശ്ശൂരിലെ ഒരു കൂട്ടം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. ഇതൊക്കെ നടത്തണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട് എനിക്ക് കിട്ടണം. എന്റെ ചിഹ്നം നിർബന്ധത്തിന് വഴങ്ങിയും സൊമനസാലയും സ്ഥാനാർത്ഥികളായ ശേഷമാണ് പ്രചരണത്തിനിടെ പ്രസംഗിക്കേണ്ടി വരുമെന്നത് പലർക്കും വെല്ലുവിളിയായത്. ഇതിന് പരിഹാരം കണ്ടെത്താനായാണ് സ്ഥാനാർത്ഥികൾ പരിശീലന ക്ലാസുകളിലെത്തിയത്. കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഏത് സ്റ്റേജിൽ കയറിയിട്ടും നമുക്ക് ആരുടെ മുന്നിൽ നിന്നും സംസാരിക്കാൻ കഴിയും. പ്രസംഗത്തിനൊപ്പം വോട്ടർമാരോട് സംസാരിക്കേണ്ട തന്ത്രങ്ങളും വോട്ട് പിടിക്കാനുള്ള പൊടിക്കൈകളും സ്വായത്തമാക്കിയാണ് തൃശ്ശൂരിലെ പുതുമുഖ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കൊല്ലം അഞ്ചലിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പോൾ ഒരേ ഒരു കടയിലേക്കാണ് ഓടുന്നത്. ആലഞ്ചേരി ചണ്ണപ്പേട്ട റോഡിലെ പ്രസാദിൻ്റെയും ഷിബുവിൻ്റെയും കടയിലേക്ക്. എന്താണ് ഈ കടയുടെ പ്രത്യേകത? കൊല്ലത്ത് നിന്നും രാജ്കുമാർ നൽകും. തെരഞ്ഞെടുപ്പ് കാലമെന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്നത് വിവിധ പാർട്ടികളുടെ കൊടിയും തോരണങ്ങളും പോസ്റ്ററുകളും ഒക്കെയാണ്. തെരഞ്ഞെടുപ്പായാൽ ഇവയൊക്കെ സംഘടിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഓടുന്ന ഓട്ടം ചില്ലറയല്ല. എന്നാൽ എല്ലാ പാർട്ടിക്കാരുടെയും കൊടിയും തോരണവും തൊപ്പിയും ചിഹ്നങ്ങൾ പതിച്ച പോസ്റ്ററുമെല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട്. കൊല്ലം അഞ്ചലിൽ ആലഞ്ചേരി ചണ്ണപ്പേട്ട റോഡിലെ പ്രസാദിൻ്റെയും ഷിബുവിൻ്റെയും കടയിലേക്കാണ് എല്ലാവരും എത്തുന്നത്. കടയുടെ പേരും രസകരം, ഓൾ പാർട്ടി സിന്ദാബാദ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കൊടിയും തോരണങ്ങളും എല്ലാ ഐറ്റംസും, ബാഡ്ജ്, കുട, ഷാള്, എല്ലാ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഇവിടെ ലഭിക്കും. ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ അംഗങ്ങൾക്കും വളരെ ഉപകാരമാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുന്നതനുസരിച്ച് ഓൾ പാർട്ടി സിന്ദാബാദിൽ കച്ചവടത്തിനും ചൂടേറും. മധുരയിൽ നിന്നും കായംകുളത്തു നിന്നുമാണ് കൊടിയും തോരണങ്ങളും ഷാളും പോസ്റ്ററുമെല്ലാം എത്തിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും ഈ കച്ചവടം നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തെ കച്ചവടമാക്കുന്ന നേതാക്കളെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തെ കച്ചവടമാക്കുന്ന ഈ തന്ത്രത്തെ സമ്മതിക്കാതെ വയ്യ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിലപാടുകൾ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഇത് അംഗീകരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ല, വർഗീയ പാർട്ടി അല്ലാത്തതുകൊണ്ടാണ് അത് പറഞ്ഞത്. ബന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ലീഗിനെ ആർക്കും ഒരു വർഗീയ പാർട്ടിയായി പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ലീഗിൻ്റെ പ്രവർത്തന റെക്കോർഡ് അതിനെതിരാണ്. പ്രവർത്തന റെക്കോർഡ് 100% സെക്കുലറാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. കണ്ണൂർ ആന്തൂരിൽ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടതായി MM ഹസൻ കുറ്റപ്പെടുത്തി. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നായിരുന്നു. 3 മണിക്ക് അത് സമാപിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുന്നു. നാളെ മുതൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വീറും വാശിയും. അതതു ദിവസത്തെ സമഗ്ര തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഗ്രാമസഭ നാളെ വീണ്ടും ഇതേ സമയം.